കവി കുരീപ്പുഴ ശ്രീകുമാർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഏതാനും BJP RSS പ്രവർത്തകർ ബഹളവുമായി എഴുന്നേറ്റത്. പത്തനംതിട്ട ടൗൺ ഹാളിൽ നടന്ന പരിപാടി നെല്ലിക്കൽ മുരളീധരൻ ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച പരിപാടിയാണ്. അവാർഡ് ദാനമാണ്. അവാർഡ് സ്വീകരിക്കാനാണ് കുരീപ്പുഴ പത്തനംതിട്ടയിൽ എത്തിയത്. അവാർഡ് നൽകുന്നത് ഡോക്ടർ KS ഹരികുമാറാണ്. അവാർഡ് സ്വീകരിച്ചതിന് ശേഷം കുരീപ്പുഴ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് RSS BJP പ്രവർത്തകർ, ചെറിയ പ്രവർത്തകർ ഒന്നുമല്ല, പ്രധാന നേതാക്കൾ തന്നെയാണ്, BJPയുടെ പത്തനംതിട്ട ജില്ലാ മുൻ പ്രസിഡന്റ് അടക്കമുള്ളവരാണ് പ്രതിഷേധവുമായി എഴുന്നേറ്റ് പറയുന്നത് ഇവിടെ രാഷ്ട്രീയം പറയാൻ പാടില്ല എന്ന്. എവിടെ രാഷ്ട്രീയം പറയണമെന്ന് തീരുമാനിക്കേണ്ടത് പ്രാസംഗികനാണ്. കുരീപ്പുഴ പറയുന്നുണ്ട്, ഞാനൊരു രാഷ്ട്രീയ കവിയാണ്, എൻ്റെ കവിതയിൽ എൻ്റെ എഴുത്തിൽ രാഷ്ട്രീയമുണ്ട് എന്ന്, അത് പറയുക തന്നെ ചെയ്യും എന്ന്. എന്താണ് RSS BJP നേതാക്കളെയും പ്രവർത്തകരെയും പ്രകോപിപ്പിച്ചത്? ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തെക്കുറിച്ച് പറഞ്ഞു, ഉത്തരേന്ത്യയിൽ ദളിതുകൾ അനുഭവിക്കുന്ന പീഡനത്തെക്കുറിച്ച് പറഞ്ഞു. ഏറ്റവും ഒടുവിൽ കേരളം ഒരു പച്ചത്തുരുത്തായി ഇപ്പോഴും നിൽക്കുന്നു. ആ പച്ചത്തുരുത്തിനെ നശിപ്പിക്കാനുള്ള വലിയ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഉത്തരേന്ത്യയിൽ നിന്ന് വിവാഹം കഴിക്കാൻ കേരളത്തിലേക്ക് വരേണ്ടി വന്ന ഒരു പെൺകുട്ടിയുടെ കഥ കൂടി അദ്ദേഹം പറയുന്നുണ്ട്. അത് മറ്റാരുടേതുമല്ല, മൊണാലിസയുടേതാണ്. മൊണാലിസയുടെ പേര് എടുത്തു പറയുന്നില്ല അദ്ദേഹം എന്നാണ് അറിഞ്ഞത്. അങ്ങനെ ഉത്തരേന്ത്യയിൽ നടക്കുന്ന ദളിത് പീഡനം, അരാജകത്വം, മനുഷ്യാവകാശ ലംഘനങ്ങൾ, ഇവയെക്കുറിച്ചൊക്കെയാണ്, പ്രത്യേകിച്ച് ജാതി വിഭജനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഇവയെക്കുറിച്ചൊക്കെയാണ് സംസാരിച്ചത് കുരീപ്പുഴ ശ്രീകുമാർ. അപ്പോഴാണ് BJP പ്രവർത്തകർക്ക് വലിയ ആലോചനമുണ്ടാകുന്നത്. അങ്ങനെയാണ് പ്രതിഷേധവുമായി എഴുന്നേൽക്കുന്നത്. ആ ദൃശ്യങ്ങൾ ഒന്നുകൂടി കാണാം. ആ മനുഷ്യനോടൊപ്പം കേരളത്തിലേക്ക് വരുന്നത് കേരളീയരെ അവരെ കല്യാണം കഴിപ്പിക്കുന്നു. പക്ഷേ വടക്കേന്ത്യയിൽ നിന്നുള്ള ആക്രോശം നിങ്ങൾ കേട്ടില്ലേ? അതൊക്കെ തെളിയിച്ചിട്ടുണ്ട്. അത് കാണാം. എന്താണ് കാര്യം? രാഷ്ട്രീയ സങ്കടമാണ് ഞാൻ പറയുന്നു. എന്റെ സങ്കടമാണ് ഞാൻ പറയുന്നത്, രാഷ്ട്രീയമല്ല, സങ്കടമൊന്നുമല്ല. ഞാൻ പറയട്ടെ, എന്നിട്ട് എന്താണെന്നറിയോ, അവിടെ നിന്ന് വടക്കേന്ത്യയിൽ നിന്നുള്ള ഒരു 10 വർഷം കേട്ടോ, പത്തനംതിട്ടയില് ഇവിടെ ഞാൻ പറയട്ടെ ഓക്കെ, ഞാനൊരു രാഷ്ട്രീയ കവിയാണ്. എന്റെ കവിത രാഷ്ട്രീയമുണ്ട്. ഞാൻ രാഷ്ട്രീയമുണ്ട്. ഇത് ഒരു തുടക്കമാണ്. കേരളത്തിൽ അങ്ങിങ്ങായി ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ ഇത് കാണുന്നുണ്ട്. BJPക്ക് കേരളത്തിൽ വലിയ ശക്തിയൊന്നുമില്ല. മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ സാമാന്യം ചെറിയ പാർട്ടിയാണ്. 17-20% മാത്രം വോട്ട് ലഭിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി. പക്ഷേ അവർ വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ കേരളത്തിൽ അവരുടെ വർഗീയ വിഷം വ്യാപിപ്പിക്കാൻ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. നേതാക്കൾ പച്ചയ്ക്ക് വർഗീയത പറയുന്ന അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. എന്ന് വെച്ചാൽ കേരളം എന്ന പച്ചത്തുരുത്തിനെ ഉത്തരേന്ത്യയെ പോലെയാക്കായി മാറ്റാനുള്ള ശ്രമങ്ങളാണ് BJPയും RSSും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം ശ്രമങ്ങളെ ഒറ്റക്കെട്ടായി ചെറുക്കേണ്ടതുണ്ട്. കേരളം അത് ചെയ്യുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം.